താങ്കൾ പറഞ്ഞ കാര്യമുണ്ട്, ഇതിപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന്. പക്ഷെ അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ അത്രയും ഞെട്ടിച്ചിട്ടില്ല എന്നുള്ള ഇതിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ല, അങ്ങനെ ഞെട്ടിച്ചിട്ടില്ല എന്നല്ല, എല്ലാവർക്കും ഷോക്ക്ഡ് ആണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത്. അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോക്ക്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോക്ക്ഡ് ആയിരുന്നു. ഇത്രയും ആരോപണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ ഒരു സംശയം, ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ RTA ഫയൽ ചെയ്യുകയാണ്, അതിനുവേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം നടത്തുന്നു. ഒരു തുണ്ട് കടലാസ് പോലും ഈ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നൽകിയില്ല. സ്വന്തം സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കണ്ടെത്തലെന്ന് അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകരമല്ലേ? അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തുവിടാൻ പാടില്ല. അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരൻ്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോൾ അത് കുറച്ച് നാളല്ല, ഏറെ വർഷം അത് പെൻഡിങ് ആയി. അപ്പോൾ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത്. ആ നിയമപരമായിട്ടുള്ളൊരു തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ തീർച്ചയായിട്ടും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അന്ന് 2 മണിക്ക് ഇത് പുറത്ത് വിടുന്നത് വരെ 1:45 വിധിയും കൂടെ വന്നതിന് ശേഷമാണിത്, അല്ലെങ്കിൽ ആ വിധി പെൻഡിങ് വന്നതിന് ശേഷമാണ് ഇത് 2 മണിക്കാണ് പുറത്ത് വിട്ടത്. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. എങ്ങനെ ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് കൺസേൺ ഉണ്ട്. ഈ കൺസേൺ ഉള്ളപ്പോൾ പോലും ഇത് അമ്മയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയോ അല്ലെങ്കിൽ ഫെഫ്കയിലെയോ അംഗങ്ങൾക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇല്ല, വ്യക്തിപരമായി വന്നിട്ടില്ല. ഇല്ല, ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയിൽ ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആരും എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയിൽ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ആ സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല. സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ? എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും 2006 ശേഷമോ അല്ലെങ്കിൽ അന്ന് ഒരു പരാതി അല്ലാതെ ഒരു പരാതിയും അമ്മയ്ക്ക് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ കെട്ടിലും മട്ടിലും ഇനിയെങ്കിലും മാറ്റം ചിലത് വേണ്ടതില്ലേ? അല്ല, ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിൻ്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇന്നത് ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി
സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും, ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക്, എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. കേസെടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പറഞ്ഞ കാര്യമുണ്ട്. ഇതിനകത്ത് ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞു. അല്ല, അത് തന്നെ, അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞല്ലോ, സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും. അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഏതാ ഒരു നടികൾക്ക് പരാതി പിന്നീട് അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. നടി അവസരം അല്ല, ഇപ്പോൾ ഏതായിരുന്നാലും ശരി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ അനുഭവമാണ്. അവരവരുടെ അനുഭവത്തിൻ്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അല്ല, ഈ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ആത്മയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഗണേഷ് കുമാറിനെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അവിടെ രാഷ്ട്രീയമൊക്കെ വരും. ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല. ഒന്നാമത് രാഷ്ട്രീയത്തിലില്ല. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ അതെ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിലും സമഗ്രമായ അന്വേഷണം വരണം. ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു, പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്.